കമ്മികളെ അതുപോലെ തന്നെ ലീഗ് വിരോധികളെ ആദ്യമായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ ഇവിടെ 51 ആളെ ചെലവിൽ നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു വീട് കൂടൽ നടത്തണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. റബ്ബിന്റെ തൗഫീക്ക് ഉണ്ടാവട്ടെ, അതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും വേണം. അപ്പൊ കേട്ടല്ല കമ്മികളെ, അതേപോലെ ദേശ അപമാനം എന്ന് പറയുന്ന ദേശാഭിമാനി നിങ്ങളാണ് ആദ്യം ആ വാർത്ത, ഫേക്ക് വാർത്ത പുറത്തു വിട്ടിട്ടുള്ളത് ഓൺലൈനിലൂടെ. അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് എന്ന ആ സ്ത്രീ പറഞ്ഞതാണെന്ന് നിങ്ങൾക്കറിയോ? ആ 51 കുടുംബങ്ങൾക്ക് ലീഗ് വീട് കൈമാറുന്ന താക്കോൽദാന ചടങ്ങിൽ വെച്ച് അന്ന് ആ സന്തോഷ വേളയിൽ മീഡിയക്ക് മുന്നിൽ സംസാരിച്ചതാണ് ആ സ്ത്രീ. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവര് ആ 51 കുടുംബങ്ങൾ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ 51 കുടുംബക്കാരെയും ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവരെല്ലാവരും കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണത്. ഒരു കുടുംബം 12,000 എന്ന രൂപത്തിൽ നമുക്ക് പിരിവെടുത്ത് ഇതുപോലെ ട്രീറ്റ് ചെയ്യാമെന്ന്. പിന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ അവര് നടത്തിയ ആ വിഷയത്തിന്റെ പേരിൽ ഞാൻ ഉൾക്കൊള്ളുന്ന അനവധി പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന എന്റെ പ്രസ്ഥാനത്തിന് എന്താണ് പങ്ക്? ലീഗ് താക്കോൽദാനം ചെയ്തിട്ടുണ്ട്. അന്ന് അതോടെ ലീഗിന്റെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വീടുകളുടെ പണി നടക്കുന്നുണ്ട്. അതും ആ പറഞ്ഞ ടൈമിൽ ലീഗ് കൈമാറും. അല്ലാതെ നിങ്ങൾ ക്യാഷ് പിരിച്ചെടുത്തുകൊണ്ട് അത് ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാതെ അതിന്റെ രീതിയിൽ ചെലവഴിക്കാതെ ചോർച്ചുള്ള വീടുകൾക്ക് വേണ്ടി അതിനെ കൗണ്ടർ ചെയ്യാനും വേണ്ടി ലീഗ് ഇവിടെ വളരുന്നത് കണ്ടിട്ട് ക്രിമികടി മൂത്തിട്ട് ലീഗിന്റെ നേരെ കുതിര കയറാൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല കമ്മിക്കൂട്ടങ്ങളെ. അതുപോലെ കമ്മിക്കൂട്ടങ്ങൾക്ക് പുറമെ കുറച്ച് ലീഗ് വിരോധികളുണ്ട്. എല്ലാ വ്ളോഗർമാരും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്കറിയാം. എന്നാലും ഇത് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? എവിടെയാണോ ഒരു കൊട്ട് കൊട്ടാൻ അവസരം അത് ഉപയോഗിക്കുകയാണ്. സത്യം ജനങ്ങൾക്കറിയാം, ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കറിയാം, എല്ലാം അറിയാം. അവസാനം ദേശ അപമാനത്തിനും അത് മനസ്സിലായി. അതാണ് ഈ കാണുന്നത്. ഇതാ ഈ മുകളിൽ കാണുന്നു. ദേശാപമാനം ലാസ്റ്റ് ഖേദം പ്രകടിപ്പിച്ച് ആ 51 കുടുംബത്തെയും വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. അതുപോലെ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തു. എന്തിനായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം? എന്നിട്ടും ചില കമ്മിക്കൂട്ടങ്ങളും ലീഗ് വിരോധികളും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ സത്യം മനസ്സിലാവും. ഞങ്ങൾ ലീഗ് ഇനിയും ഇതുപോലത്തെ പ്രവർത്തനങ്ങളുമായി ജീവകാരുണ്യ മേഖലയുമായിട്ട് മുന്നോട്ട് പോകും. അത് ലീഗിന് ഭരണം വേണമെന്നില്ല. അതിന് ഉദാഹരണമാണ് ഈ കാണുന്നത്. ഒന്ന് കാണും. ഇത് കണ്ടിട്ടൊന്നും കുരു പൊട്ടണ്ട. നിങ്ങൾക്ക് ദേശാഭിമാനം എന്ന വേശ്യാഭിമാനിയെ നിങ്ങൾക്ക് പറ്റിയ പണി പണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പേപ്പറിനെ കൊണ്ട് അയാളുടെ ചിന്തയുടെ, അയാളുടെ ബുദ്ധിയുടെ ഏതാണ്ട് 99.9% അവിടെ നഷ്ടപ്പെടുകയാണ്. നുണയല്ലാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും അതിനകത്ത് ഇന്ന് വരെ എഴുതി വെച്ചതായിട്ട് ഒരു ദിവസത്തെ പത്രം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഇവർക്ക് ആരെ വേണമെങ്കിലും തെറി പിടിക്കാം, ആരെ വേണമെങ്കിലും ചീത്ത പിടിക്കാം. ആർക്കെല്ലാം എതിരായി പുലഭ്യം പറയുകയും പുലയാട്ടുകയും ചെയ്തിട്ടും ഈ പുലഭ്യവും പുലയാട്ടവും ആഘോഷിക്കുന്ന കീടങ്ങളായിരിക്കുന്ന അനുഭാവികളെയും വരിക്കാരെയും നിശ്ചയിച്ചു എന്നല്ലാതെ അത് എന്താണ് പൊതുസമൂഹത്തിൽ നൽകുന്ന സംഭാവന എന്താണ്? ഇവിടെയാണ് ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താ? നിങ്ങൾ കള്ളനാണ് എന്നും ഈ കള്ളൻ